ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററാണ്. നമ്മുടെ ഭൂമി ഉണ്ടാക്കിയിരിക്കുന്നത് പല തരത്തിലുള്ള ആറ്റംസ് ഉപയോഗിച്ചാണ്. ഇവയെപ്പറ്റി പലതരം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവയുടെ ഫിസിക്കലും കെമിക്കലും പ്രോപ്പർട്ടീസ് പല രീതിയിൽ ഉള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഇവയെ ഒരു പ്രത്യേക രീതിയിൽ ക്ലാസിഫൈ ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടാസ്ക്കാണ്. നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിൾ ഇത്തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. എങ്ങനെയാണ് ഇന്നുള്ള പീരിയോഡിക് ടേബിൾ ഉണ്ടായത് എന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന പീരിയോഡിക് ടേബിൾ ഉണ്ടാകുന്നതിന് മുമ്പേ പല ശാസ്ത്രജ്ഞന്മാരും എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഡോബറീനേഴ്സ് ട്രയാഡ്സ്. ഡോബറീനർ എന്ന ശാസ്ത്രജ്ഞൻ ഒരു ഗ്രൂപ്പ് ഓഫ് 3 എലമെൻറ്റ്സ് കണ്ടുപിടിച്ചു. ഇങ്ങനെ എലമെൻറ്റ്സിനെ 3ആയി തിരിച്ചു കഴിഞ്ഞാൽ ആ 3 ഗ്രൂപ്പിന് ഒരു പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ഇവിടെ കൊടുത്തിട്ടുള്ളവയാണ് ആ 3 സെറ്റുകൾ. ഇതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് ഓഫ് ദ എലമെൻറ്റ് ഇൻ മിഡിൽ ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദ ഫസ്റ്റ് എലമെൻറ്റ് പ്ലസ് വെയ്റ്റ് ഓഫ് ദ തേർഡ് എലമെൻറ്റ് ബൈ 2. അതായത് ഈ ഒരു കോളത്തിലുള്ള എലമെൻറ്റുകളുടെ എല്ലാത്തിൻ്റെയും വെയ്റ്റ്സ് ഈ എലമെൻറ്റിലുള്ളതിൻ്റെയും വെയ്റ്റ് പ്ലസ് ഈ എലമെൻറ്റിലുള്ളതിൻ്റെ വെയ്റ്റ് ബൈ 2, അല്ലെങ്കിൽ ആവറേജ് ഓഫ് ദ വെയ്റ്റ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ തേർഡ് എലമെൻറ്റ്സ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യാം. വെയ്റ്റ് ഓഫ് സോഡിയം എന്നത് 23 ആണ്. അത് വെയ്റ്റ് ഓഫ് ലിത്തിയം അതായത് 7 പ്ലസ് വെയ്റ്റ് ഓഫ് പൊട്ടാസ്യം അതായത് 39 ഡിവൈഡഡ് ബൈ 2 ആണ് എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ഡോബറീനേഴ്സ് ട്രയാഡ്സിൻ്റെ മെയിൻ പ്രത്യേകത. പക്ഷേ ഈ ഒരു സിസ്റ്റം അധികം ആക്സെപ്റ്റ് ചെയ്യപ്പെടാതിരിക്കാനുള്ള കാരണം എല്ലാ എലമെൻറ്റ്സിനെയും ഈ രീതിയിൽ ട്രയാഡ്സ് ആക്കി എഴുതാൻ പറ്റില്ല എന്നത് തന്നെയാണ്. ഡോബറീനേഴ്സ് ട്രയാഡ്സിന് ശേഷം ന്യൂലൻഡ് എന്ന ഒരു ശാസ്ത്രജ്ഞൻ ന്യൂലൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന ഒരു സിസ്റ്റം കണ്ടുപിടിച്ചു. ഇതിൽ ഒക്ടേവ് എന്നത് ഗ്രൂപ്പ് ഓഫ് 8 എന്നാണ് അർത്ഥം. ന്യൂലൻഡ് പറഞ്ഞത് എലമെൻറ്റ്സിനെ ഇൻക്രീസിങ് അറ്റോമിക് മാസിൻ്റെ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ 1ാമത്തെയും 8ാമത്തെയും എലമെൻറ്റ്സിന് ഒരേ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും എന്നാണ്. ഇങ്ങനെയാണ് അദ്ദേഹം അവയെ അറേഞ്ച് ചെയ്തത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവ്രി 8th എലമെൻറ്റ് ഹാസ് പ്രോപ്പർട്ടീസ് സിമിലർ ടു ദ ഫസ്റ്റ് വൺ എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഫ്ലൂറിനും ക്ലോറിനും ഓൾമോസ്റ്റ് സിമിലർ പ്രോപ്പർട്ടീസ് ആണ്. മഗ്നീഷ്യവും കാൽഷ്യവും ഓൾമോസ്റ്റ് സിമിലർ പ്രോപ്പർട്ടീസ് ആണ്. അങ്ങനെ ഒരേ കോളത്തിലുള്ള എലമെൻറ്റ്സ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ളവയാണ് എന്ന് കിട്ടും. പക്ഷേ ഇതിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. ഒന്നാമത്തത്, പല അഡ്ജസ്റ്റ്മെൻറ്റുകളും ന്യൂലാൻഡിന് ചെയ്യേണ്ടി വന്നു. ഫോർ എക്സാമ്പിൾ, ഇവിടെ കോപ്പറിനെയും നിക്കലിനെയും ഒരേ കോളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. മാത്രമല്ല ഇവിടെ ചില കോളംസ് എംപ്റ്റി ആയി വിടേണ്ടിയും വന്നു. വേറെ ഒന്ന്, ഇത് ഹെവി എലമെൻറ്റ്സിനും പുതിയതായി കണ്ടുപിടിച്ച എലമെൻറ്റ്സിനും വർക്കായില്ല എന്നത് ആണ്.